ഞാനും മാത്യു കുഴൽനാടനും KPCC തീരുമാനം അനുസരിച്ചിട്ട് ഈ ഒരു പ്രശ്നത്തിൽ വൈകിട്ട് 6 മണി മുതൽ ഇവിടെ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. നേതാക്കന്മാർ വന്ന് പ്രസംഗിക്കുന്നു, ഞങ്ങളിവിടെ രണ്ടുപേരും ഇവിടെ ഇരിക്കുന്നു, ആളുകൾ വരുന്നു, അഭിവാദ്യം ചെയ്തു പോകുന്നു. ബഹുമാനപ്പെട്ട ശ്രീ രമേശ് ചെന്നിത്തല 9 മണിയോടുകൂടി ഇതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ ശേഷം അദ്ദേഹം ആ മരണ വീട്ടിലേക്ക് പോവുകയുണ്ടായി. അത് അദ്ദേഹം പറയുകയുണ്ടായി. അതിനുശേഷവും പല നേതാക്കന്മാർ, UDFൻ്റെ പല നേതാക്കന്മാർ ഇവിടെ വന്ന് സംസാരിച്ച് 11 മണി വരെ ഇവിടെ സംസാരിച്ചു. 11 മണിയായ സമയത്ത് ഞങ്ങൾ പറഞ്ഞു, ഇനി ഈ ശബ്ദം പുറത്തേക്ക് പോകണ്ട, 11 മണിയായല്ലോ, അതുകൊണ്ട് ശബ്ദം കുറച്ച് ഇനി ഇവിടെ നിന്ന് പ്രതികരിക്കാമെന്ന് പറയുന്ന സമയത്താണ് DCC പ്രസിഡന്റ് ഇവിടുന്ന് തൊട്ടടുത്ത ഒരു കടയിലേക്ക് ഒരു ചായ കുടിക്കാൻ വേണ്ടി അവിടെ ചെന്ന് അദ്ദേഹം അവിടെ കയറിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ നമ്മുടെ ഷമീർ പനിക്കൻ, ഇവിടുത്തെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുണ്ട്. അവിടെ നിൽക്കുന്ന സമയത്ത് കൈ കഴുകിയിരുന്ന അദ്ദേഹത്തെ 4-5 പോലീസ് വന്ന് കാലിനും കൈ പിടിച്ച് ഒരു പൂച്ചക്കുഞ്ഞിനെടുക്കുന്നവരെടുത്ത് മൃഗം വേണ്ട വണ്ടിയിലേക്ക് കൊണ്ട് എറിയായിരുന്നു. അങ്ങനെ എറിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഒച്ച കേട്ട് ഇവിടുത്തെ ആൾ അങ്ങോട്ട് ഓടിച്ചെന്നപ്പോഴേക്കും പോലീസ് ആരെയും നോക്കാതെ വണ്ടി സ്പീഡിൽ വിട്ട് ഇതിൽ പോയി. ആ സമയത്ത് അവിടെ കൂടിയിരുന്ന ആളിലൊക്കെ ബാക്കി പോലീസ് തല്ലി ഓടിച്ചു. അപ്പോൾ DCC പ്രസിഡന്റ് കൊണ്ടുപോയി എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, പെട്ടെന്ന് ഞങ്ങൾ ഈ നേതാക്കന്മാരെയൊക്കെ വിളിച്ചു, ഷിയാസിനെ കൊണ്ടുപോയി. ഷിയാസ് ഫോണേ കിട്ടുന്നില്ല, അരമണിക്കൂറായിട്ടും ഷിയാസ് എവിടെയാണെന്ന് ആർക്കും അറിയില്ല. 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഷിയാസിനെ കൊണ്ടുപോയി 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും പോലീസ് വാഹനങ്ങളെല്ലാം ഇങ്ങോട്ട് ഓടി. DYSP നേതൃത്വത്തിൽ എല്ലാവരും ഇവിടെ വന്ന് 10-20 പോലീസ് വന്ന് ഇവിടെ കണ്ട വെള്ളക്കുപ്പായും ഇട്ട എല്ലാവരും തല്ലി. ഞാനും മാത്യു കുഴൽനാടനും ഇവിടെ ഇരിക്കുകയാണ്. ബാക്കിയുള്ള ആൾ ചുറ്റിരിക്കുക. ഇവിടെ കണ്ട ആളിലെല്ലാം തല്ലി. ഇവിടെ അകത്ത് കയറി വന്ന് ഇവിടെ അകത്തുണ്ടായിരുന്ന പിള്ളേരെ എല്ലാം തല്ലി. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഉപദ്രവിക്കരുത്, സമാധാനപരമായ സമരമാണ്, ഇതിലേക്ക് ലാത്തി പ്രയോഗിക്കരുത്, ഞങ്ങൾ ഒരു വലിയ കാര്യത്തിന് വേണ്ടി നടത്തുന്ന സമരമാണ്. അപ്പോൾ അദ്ദേഹം കണ്ണിൽ കണ്ടതെല്ലാം പറഞ്ഞ്, രാവിലെ കണ്ട DYSP അല്ല വൈകിട്ട് കണ്ടത്. രാവിലെ അദ്ദേഹം സമാധാനപരമായിട്ട് കാര്യങ്ങൾ കൈകാര്യം, വൈകിട്ട് ആരുടെയും നിർദ്ദേശം ഉണ്ടായി, ഇത് തകർക്കണം, ഈ സമരത്തെ അടിക്കണം, ഇതിനെ ഇല്ലാതാക്കണം. അപ്പോൾ എവിടെ CPMൻ്റെ ജില്ലാ മന്ത്രിയുടെ ചാർജുള്ള ആൾ പോലും നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്, സമരത്തെ ഇല്ലാതാക്കുക, സമരത്തെ തകർക്കുക. കാരണം കേരളത്തിലെ ഏറ്റവും വലിയ ജനകീയ വിഷയമാണ് ഇപ്പോഴുള്ള ഈ പരിപാടി, ഇപ്പോഴുള്ള ഈ സമരങ്ങൾ. കാരണം മൃഗങ്ങളുടെ അക്രമത്തിൽ, ഈ വന്യജീവികളുടെ അക്രമത്തിൽ ഒരുപാട് ആളുകൾ അംഗഭംഗം വരുത്തുന്നു, സുഖമല്ലാതാകുന്നു, മരണപ്പെട്ടു പോകുന്നു. ജനകീയ വിഷയമായിട്ട് ഇത് ഉയർന്നു വന്ന സാഹചര്യത്തിൽ ഞങ്ങൾ ഈ വിഷയം ജനങ്ങളുടെ മുന്നിൽ കൊണ്ടുവരാൻ വേണ്ടി സമരം നടത്തുമ്പോൾ ആ സമരത്തെ ഇല്ലാതാക്കാൻ CPMന് ഒരേ ഒരു വഴിയുള്ളൂ, കയറി അടിക്കുക, നിർത്തുക, ആളുകളെ ഭയപ്പെടുത്തി ഓടിക്കുക. അതിനുവേണ്ടി കരുതിക്കൂട്ടിയാണ് DYSP, മോട്ടോർ DYSP ഇവിടെ വന്ന് ഈ സമരം. ഞാൻ DYSPയോട് ചോദിച്ചു, ഞങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തത്, ഇവിടെ എന്ത് പ്രശ്നമുണ്ടായി, നിങ്ങൾ എന്തിനു ഇവർ തല്ലുന്നു, ഈ കുട്ടികളെ നിന്ന് തല്ലി ഓടിക്കുന്നു. ഇവിടെ കണ്ട മുഴുവൻ പേരെയും ഈ മൊത്തം ഓടി. കുറേ ആളുകൾ ആശുപത്രിയിലേക്ക് ഓടി. ആശുപത്രി പോയിട്ട് ആശുപത്രിയിൽ നിന്ന് പോലും തിരിച്ചു വരുന്ന വെള്ളക്കുപ്പായം ഇട്ടുകൊണ്ട് അവരെയും ആശുപത്രിയിൽ പോയ രോഗികളെ പോലും തല്ലുന്ന അവസ്ഥയുണ്ടായി. അപ്പോൾ ഇവിടെ ഉണ്ടായ പലർക്കും പരിക്ക് പറ്റി, പലരും ആശുപത്രിയിലുണ്ട്, പലരും വീടുകളിലേക്ക് പോയി. പുറത്ത് പാടില്ലാത്ത ഒരു പ്രവർത്തകനും ഇവിടെ കാണാൻ കഴിയില്ല. അപ്പോൾ എന്തിനാണ് പോലീസ് ഇത് ചെയ്തത്, ഞങ്ങൾ ചെയ്ത തെറ്റെന്താണ്? അപ്പോൾ ഈ സമരത്തെ ഇല്ലാതാക്കുക, സമരപ്പന്തൽ രാവിലെ നിങ്ങൾ കണ്ടല്ലോ, മൃതദേഹത്തെയാണ് അവമാനിച്ചത്. ഇവിടെ ഈ വകുപ്പ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ വന്യജീവി വകുപ്പ് മൂലമുണ്ടായി ഒരാൾ കൊല്ലപ്പെടുന്നു. അതിന് ആ വകുപ്പിൻ്റെ മന്ത്രി ഉത്തരവാദിത്വം, ധാർമ്മിക ഉത്തരവാദിത്വമുണ്ട്. ആ കൊല്ലപ്പെട്ട സ്ത്രീയുടെ മൃതദേഹം ഞങ്ങൾ എന്താ പറഞ്ഞത്, കളക്ടർ ഉണ്ടാകണം, ഇത് ഇൻക്വസ്റ്റ് തയ്യാറാക്കുമ്പോൾ ഒരു മന്ത്രി വേണം, ഉത്തരവാദിത്തപ്പെട്ട ആൾ വേണം. ഒന്നുമില്ലാത്ത രീതിയിൽ അവമാനിച്ചപ്പോഴാണ് കുടുംബാംഗങ്ങൾ സഹിതം ആ മൃതദേഹവുമായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്ന് പ്രതിഷേധിച്ച്. അവിടെയും തൊട്ടടുത്ത് വന്ന കളക്ടറെ ഇങ്ങോട്ട് അവർ വിട്ടില്ല, പോകരുത് എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. കളക്ടർ മനം നൊന്ത് തിരിച്ചു പോകേണ്ടി വന്നു. ഇവിടെ അവസാനം ഉണ്ടായിരുന്ന ചെറിയ പന്തൽ അവർ ബലമായി പൊളിച്ചു മാറ്റി, സ്ത്രീകളെ ആക്ഷേപിച്ചു, വലിച്ചു നീക്കി. ആ മരണപ്പെട്ട് കിടക്കുന്ന ആ മൃതദേഹത്തോടുള്ള ആദരവ് പോലും കാണിക്കാതെ അവരെ ആ സ്ട്രക്ചർ അത് വലിച്ചുകൊണ്ട് പോയി. ആ ഫ്രീസർ വലിച്ചു ഇഴച്ചു കൊണ്ടുപോയി എല്ലാവരും തല്ലിച്ചടി ഫ്രീസറിലിട്ട് ആംബുലൻസിലേക്ക് എറിയായിരുന്നു. അങ്ങനെയാണ് അവരത് കൊണ്ടുപോയി. അപ്പോൾ മരണപ്പെട്ടു പോയ സ്ത്രീയെ ആഭ്യന്തര വകുപ്പ് ആക്ഷേപിച്ചു. ആ വീട്ടമ്മയെ, നാളെ ജീവിക്കേണ്ട ഒരു സ്ത്രീയെ, വന്യമൃഗങ്ങളുടെ ആക്രമണം കൊല്ലപ്പെട്ടു പോയ ഇന്ദിര എന്ന് പറയുന്ന സാധു സ്ത്രീയെ മരണശേഷവും ഈ ഗവൺമെൻറ് ആക്ഷേപിക്കുന്ന കാഴ്ചയാണ് ഉണ്ടായിട്ടുള്ളത്. ഞങ്ങളാരും ആ സ്ത്രീയെ അവമാനിച്ചില്ല. ഫ്രീസറിൽ മൃതദേഹം കിടക്കുന്നു, അന്യായമായ ആവശ്യങ്ങൾ പറയുന്നു. ആ ആവശ്യങ്ങൾ കേൾക്കാനുള്ളൊരു മനസ്സ് പോലും ഇവിടെ വന്ന് 2 മന്ത്രിമാർ ചിരിച്ചുകൊണ്ട് പോയത്. ഞങ്ങൾ ഇതിലൂടെ കടന്നുപോയി 2 മന്ത്രിമാർ ചിരിച്ച് സന്തോഷിച്ച് പോകുന്ന കാഴ്ചയെ കണ്ട് അവർ നാടകം കാണിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാണ്. ഈ ഗവൺമെൻറ് കൊടുക്കുന്ന പണം നമ്മുടെ പണമല്ലേ? ഈ 5 പേരാണ് ഈ ഒരു കുറച്ച് നാളിടയ്ക്കിടയിൽ മാത്രം മരണപ്പെട്ടത്. അവർക്ക് 50 ലക്ഷം കൊടുത്തിട്ട് കാര്യമുണ്ടോ? ഈ 50 ലക്ഷം ഉണ്ടെങ്കിൽ അവിടെ ഫെൻസിങ് ഉണ്ടാക്കാമായിരുന്നല്ലോ, ഈ സ്ത്രീ മരിക്കുമായിരുന്നോ?
ഞങ്ങളിവിടെ എത്രയോ തവണ പറഞ്ഞിട്ട് മന്ത്രി 2 ഗവൺമെൻറ് കാലഘട്ടത്തിലും വകുപ്പ് മന്ത്രി ഇവിടെ നിന്ന് മീറ്റിംഗ് കൂടി ഈ മേഖലകളിലൊക്കെ. എവിടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് വാഹനമില്ല, റെസ്ക്യൂ ഗ്രൂപ്പില്ല, ഇവിടെ വാച്ചർമാരുണ്ടായിരുന്ന ആളുകൾ തന്നെ പിരിച്ചുവിടുന്നു. അങ്ങനെ ഫോറസ്റ്റ് ഫോർ റെസ്റ്റായി മാത്രം മാറിയിരിക്കുക. ഒരു സംവിധാനവും ഇല്ല ഇവിടെ. ഉദ്യോഗസ്ഥന്മാരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഗവൺമെൻറ് ഒന്നും ചെയ്യുന്നില്ല. ആ വനം വകുപ്പ് മന്ത്രി ചോദിച്ച വാ തുറക്കില്ല, അദ്ദേഹം രഹസ്യമായി പണമില്ല എന്ന് പറയുക. ഒന്നിനും പണമില്ല. ആകെ 10-50 ലക്ഷം തന്നിട്ട് ഈ കേരളം എല്ലായിടത്തും ആനകളെ എതിർക്കാൻ പറഞ്ഞ് പറ്റുമോ? കാരണം ഇവിടെ മുഴുവൻ ഫെൻസിങ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ ആനവേലി ഉണ്ടാകണം, ആന മതിൽ പണിയണം, അല്ലെങ്കിൽ ആനകൾ വന്നുകൊണ്ടിരിക്കും പുറത്തേക്ക്. അപ്പോൾ എൻ്റെ മണ്ഡലത്തിൽ തന്നെ 2 പഞ്ചായത്തിൽ നിറച്ച ആനകളാണ്. ഇത് പറഞ്ഞ് ഞങ്ങൾ മടുത്തു. ഇവിടെയൊക്കെ മന്ത്രി എന്തോ ഈ വനം വകുപ്പ് മന്ത്രി എന്തോ ജയിച്ച് വനങ്ങളിലെ ഈ മൃഗങ്ങൾ വോട്ടിയിട്ട് ജയിച്ച പോലെയാണ് അദ്ദേഹം പെരുമാറുന്നത്. ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. വനം വകുപ്പ് അതിനെ വനത്തിനുള്ളിൽ തന്നെ തടഞ്ഞു നിർത്തുക, വനത്തിന് പുറത്തേക്ക് വരാതെ സംരക്ഷിക്കുക, ഒരു സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിലേക്ക് വരാതെ, സ്വകാര്യ വ്യക്തിയുടെ ജീവൻ അപഹരിക്കാതെ ഈ വന്യമൃഗങ്ങളെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഇവർക്കില്ലെങ്കിൽ, അതിന് കഴിവില്ലെങ്കിൽ ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രി രാജിവെക്കുന്നതാണ് നല്ലത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. കാരണം ഈ രീതിയിൽ കേരളം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ശക്തമായി ഞങ്ങൾക്ക് പ്രതികരിക്കേണ്ടി വരും. ഈ സമരം വിജയിക്കുന്നതുവരെ സമരപരിപാടികളുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകേണ്ടി വരും. ഞങ്ങളുടെ MLA ശ്രീ മാത്യു കുഴൽനാടനെ അറസ്റ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ? അദ്ദേഹത്തിൻ്റെ കത്ത് കൊടുത്താൽ ഞങ്ങൾ അങ്ങോട്ട് ചെല്ലില്ലേ? ഞങ്ങളെ അറസ്റ്റ് ചെയ്യണേ ഞങ്ങൾ അങ്ങോട്ട് ചെല്ലല്ലേ? DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഈ ജില്ലയിലെല്ലാം നയിക്കുന്ന ആൾ ഒരു ചായ കുടിക്കാൻ നിൽക്കുന്ന സമയത്ത് 5-8 പോലീസ് വന്ന് കയ്യിലും കാലിലും പിടിച്ച് ആക്ഷേപിച്ച് വണ്ടിയിലേക്ക് വലിച്ചെറിയേണ്ട കാര്യമുണ്ടോ? എന്നിട്ട് ഈ ലോകം മുഴുവൻ ചുറ്റിക്കേണ്ട കാര്യമുണ്ടോ? DCC പ്രസിഡന്റ് ഫോൺ വിളിച്ചിട്ട് ഞാൻ ഇന്ന DYSP സമരം നിങ്ങളെ അറസ്റ്റ് ചെയ്തു വരാമെന്ന ചെന്ന് നിൽക്കാനുള്ള ചങ്കൂറ്റ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. പ്രതിഷേധം ശക്തമായിട്ട് തുടരും, ഒരു സംശയവും വേണ്ട. ഈ സമരം ഞങ്ങൾ വിജയിപ്പിച്ചേ ഞങ്ങൾ അടങ്ങും.